ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. ഇപ്പം എല്ലാവരും സ്കൂളൊക്കെ തുറന്ന് മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ തുടങ്ങുവാണ്. അതിനു മുമ്പ് ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, ഫോർത്തിലെ കുറച്ച് റിവിഷൻ നടത്തുവാണ് അല്ലേ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ച് തീർന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി എല്ലാ സ്കൂളുകളും ഇൻക്ലൂഡിങ് CBSE ആൻഡ് സ്റ്റേറ്റ് രണ്ടിലും എന്താണ് പഴയ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കുവാണ് നിങ്ങളെ കൊണ്ടല്ലേ. അപ്പം അതേപോലെ തന്നെ നമുക്ക് മാത്സിന് ഇപ്പം ഇംഗ്ലീഷ് മീഡിയത്തിനായാലും സ്റ്റേറ്റിനായാലും അതേപോലെ CBSEക്ക് ആയാലും നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് മാത്സിന് എന്തായാലും നമ്പർ സിസ്റ്റം ആയിരിക്കും. അപ്പം എങ്ങനെ നമ്പർ സിസ്റ്റത്തിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്താണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലേത് ഓർത്തിരിക്കേണ്ടത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് പോവാം. നോക്കി, നമ്പർ സിസ്റ്റം ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ടുള്ള ആളാണ് നമ്പർ നെയിമിങ്. എല്ലാവരും നമ്പർ നെയിമിങ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. 3428 എന്നൊക്കെ എഴുതി നല്ല നീട്ടത്തിൽ ലാക്ക് ഒക്കെ വരെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്പർ നെയിമിങ് ഉണ്ട്. അത് നമ്മൾ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിന്റെയും ഇന്റർനാഷണൽ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിന്റെയും പഠിക്കുന്നുണ്ട് അല്ലേ. ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം, ഇന്റർനാഷണൽ പ്ലേസ് വാല്യൂ സിസ്റ്റം നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് പ്ലേസ് വാല്യൂ, ഫേസ് വാല്യൂ. ഓക്കെ, പ്ലേസ് വാല്യൂ ഉണ്ട്, ഫേസ് വാല്യൂ ഉണ്ട്. നമ്മൾ മലയാളത്തിൽ പറയുവാണെങ്കിൽ സ്ഥാനവിലയും മുഖവിലയും എന്താ നമ്മൾ കാണാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, എക്സ്പാൻഡഡ് ഫോം. നമ്പേഴ്സിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പോവാണ്. 10,000 പ്ലസ്, അതേപോലെ 10,000 കഴിഞ്ഞിട്ട് എന്ത് വരും, 1000, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്താ എക്സ്പാൻഡ് ചെയ്ത് വലിച്ചു നീട്ടി എഴുതാൻ പോകുന്നതാണ് എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ഈ വലിച്ചു നീട്ടി എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാരെ ചെറുതാക്കി സാധാ രീതിയിലേക്ക് കൊണ്ടുവരുന്നു. സാധാ 4, 3, 2, 1, 0 അങ്ങനെയുള്ളൊരു ഡിജിറ്റ്സിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്ത്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ഇന്റർനാഷണൽ പ്ലേസ് വാല്യൂ സിസ്റ്റം. ഇത്ര കാര്യങ്ങളാണ് നമ്പർ സിസ്റ്റത്തിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇത് തന്നെയാണ് നിങ്ങൾ 4th സ്റ്റാൻഡേർഡിലും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ 4th സ്റ്റാൻഡേർഡിൽ എന്താ, ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ 1s, 10s, 100, 1000, 10,000, ലാക്ക് വരെ പഠിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ക്ലാസ്സിൽ. പക്ഷേ ഈ പ്രാവശ്യം വരുമ്പോഴോ 10 ലാക്കും ക്രോറും 10 ക്രോറും കൂടെ വരും. അപ്പോൾ എന്താ പറയുക, എല്ലാ ക്ലാസ്സിലും ഒരു പടി നമ്മൾ മുകളിലേക്ക് കയറി വരുവാണ്. അപ്പൊ നമുക്ക് അതിനകത്തെ കുറച്ച് കാര്യങ്ങൾ ഇന്നൊന്നും പഠിക്കാം. ഓക്കെ, നോക്കിയേ, ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം. ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്പർ നെയിമിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ ഞാനൊരു ഡിജിറ്റ് എഴുതുവാണ്, 3146. അതേപോലെ 5 ഡിജിറ്റ് കൊടുക്കാം, 13146. ഇതാണ് കേട്ടോ 5 ഡിജിറ്റ്, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിനെ നമ്മൾ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ച് എവിടെ കോമ ഇടണം എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. ആദ്യം കോമ ഇടാൻ പഠിക്കണം. നമ്മൾ കോമ ഇടുന്നത് ഇവിടെയാണ് കേട്ടോ. കോമ ഇടുന്നത് ഇവിടെയാണ്, 3 ഡിജിറ്റ്സ്. അത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം എങ്ങനെ അത് വന്നു എന്ന്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇത് നമ്മൾ പറയുമ്പോൾ എങ്ങനെ നമ്മൾ നമ്പർ നെയിമിങ് നടത്തും. 13,146 എന്ന് പറയും അല്ലേ. 13,146. 30,000 എന്ന് എഴുതരുത്, TY അല്ല, 13 ആണ്. 13,146 എന്ന് വേണം എഴുതാൻ. അപ്പം ഇങ്ങനെ എഴുതുന്നതും കോമ ഇടുന്നതുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ എല്ലാവരും. നമുക്ക് ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ, ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ഫുൾ നമ്പേഴ്സ്. നമ്മൾ ഇന്റർനാഷണൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ പറയും മില്യൺ, ബില്യൺ എന്നൊക്കെ പറയും അല്ലേ. നമ്മളിവിടെ 1000, 10,000, ക്രോർ ഒക്കെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് അതാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ, 1s, 10s, 100, 1000, 10,000 ഇവിടെ വരെ ആയിരിക്കും നിങ്ങൾ മിക്കവാറും പഠിച്ചിട്ടുണ്ടാവുക. ചില കുട്ടികൾ മാത്രം എന്തും കൂടെയും പഠിച്ചിട്ടുണ്ട്, ലാക്കും കൂടെയും പഠിച്ചിട്ടുണ്ട്. L എന്ന് പറയുന്നത് ലാക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അവിടെ വരെ ഒന്ന് നോക്കാം. ഇതിന് നിങ്ങളൊന്ന് ബോക്സ് വരച്ചിടുക കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇനി ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ച് ആദ്യത്തെ, ഇതൊരു വീടാണെങ്കിൽ, ഇവിടെയൊക്കെ നമ്മളൊരു വീടാക്കാൻ പോവാ. ഒരു വീടാണെങ്കിൽ ആദ്യത്തെ വീട്ടിൽ 3 ആൾക്കാരാണുള്ളത്. ആ ആൾക്കാരാണ് 1s, 10s, 100. ഓക്കെ,
വൺസും ടെൻസും ഹൺഡ്രഡും എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു വീടാണ്, അവിടെ 2 ആൾക്കാരാണുള്ളത്, 1000ഉം 10,000ഉം. അവരെ നമ്മൾ പറയുന്ന പേരാണ് തൗസൻഡ്സ് പീരീഡ് എന്ന് പറയും. തൗസൻഡ്സ് പീരീഡും ഇത് വൺസ് പീരീഡും. തൗസൻഡ്സ് പീരീഡും വൺസ് പീരീഡ് എന്ന് പറയും. ഇനി ഇത് ഈ വീട്ടിൽ ഒരാളെ ഉള്ളൂ, ആ ആളെ പറയുന്ന പേരാണ് ലാക്സ് പീരീഡ്. ലാക്സ് പീരീഡ് എന്ന് പറയും. അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് വൺസ് പീരീഡ്. വൺസ് പീരീഡിൽ 3 ആൾക്കാരാണുള്ളത്, വൺസ്, ടെൻസ്, 100. അത് കഴിഞ്ഞിട്ട് തൗസൻഡ്സ് പീരീഡിൽ 2 ആൾക്കാരാണ് ആ വീട്ടിലുള്ളത്, 1000ഉം 10,000ഉം. ഇനി ലാക്കിൽ വരുമ്പോൾ നമ്മളിവിടെ ലാക്സ് പീരീഡിൽ ലാക്ക് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇനി നമ്മൾ കുറച്ചും കൂടെ വലുതായിട്ട് പറയുവാണെങ്കിൽ, വലിയ ക്ലാസ്സിലേക്ക് കയറും തോറും 10 lakh. ഈ 10 lakh എന്താ? ലാക്സ് പീരീഡിനുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, വൺസ് പീരീഡിൽ 3 ആൾക്കാരുണ്ട് ആ വീട്ടില്, തൗസൻഡ്സ് പീരീഡിൽ 2 ആൾക്കാര്, ലാക്സ് പീരീഡിലും 2 ആൾക്കാരുണ്ട്. നമ്മൾ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം അനുസരിച്ച് ആ ഓരോ വീട് കഴിയുമ്പോഴാണ് കോമ ഇടേണ്ടത്. അപ്പോൾ ഓരോ വീട് ഇവിടെ എവിടെയാണ് കഴിയുന്നത്? വൺസ്, ടെൻസ്, 100 കഴിയുമ്പം ഒരു വീട് കഴിയുകയാണ്. സോ നമ്മൾ ഇവിടെ കോമ കൊടുത്തു. ഇനി അടുത്ത വീടെന്ന് പറയുന്നത് തൗസൻഡ്സ് പീരീഡ് കഴിയുമ്പോഴാണ്, അതെ ഇവിടെ കോമ കൊടുത്തു. അപ്പം ആദ്യം 3 പിന്നെ 2 2 2 എന്ന് പറഞ്ഞു പോകുന്നതാണ് നമുക്ക് ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ കോമ ഇടാനുള്ളത്. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴും നമ്മൾ പറയുന്നില്ലേ വൺസ്, ടെൻസ്, 100, 1000, 10,000 എന്നൊക്കെ, ഇവരെ പറയുന്ന പേരാണ്, ഈ ഒരു റോയിനെ പറയുന്ന പേരാണ് പ്ലേസ്. പ്ലേസ് എന്നാണ് ഇവരെ പറയുന്നത്. ഇനി നമുക്ക് ഇവർക്കൊരു വാല്യൂ കൊടുക്കാം. 2 3 1 4 2 2 0. ഇവർക്കൊരു വാല്യൂ ഞാൻ കൊടുത്തു. അപ്പോൾ ഇവരാണ് എന്ത്? വാല്യൂ. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്. ഇത് പ്ലേസ്, ഇത് പീരീഡ്. ഇവരുടെ വീട്ടുപേരുണ്ടല്ലോ, വൺസ് പീരീഡ്, തൗസൻഡ്സ് പീരീഡ്, ലാക്ക് പീരീഡ്, ഇതൊക്കെയാണ് എന്ത്? പീരീഡുകൾ എന്ന് പറയുന്നത്. അവരുടെ പേരാണ്, ആ വീടിന്റെ ഓരോ പേരാണ് പീരീഡ് എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ വൺസ്, ടെൻസ്, 1000 എന്നൊക്കെ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ പ്ലേസ് എന്ന് പറയുന്നത്. അതേപോലെ അവർക്ക് കൊടുക്കുന്ന വാല്യൂസ് ആണ് വാല്യൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന വാല്യൂ ആണ് വാല്യൂ. ഇത് പ്ലേസ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇനി ഇതിനെ ഒന്ന് നമ്പർ നെയിമിങ് ചെയ്യാൻ പോവാ. നമ്പർ നെയിമിങ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇത് ആദ്യത്തെ ഫാമിലി എടുക്കുക. ഇതിപ്പോ എന്താ? ലാക്സ് പീരീഡ്. ലാക്സ് പീരീഡിനെ ഒറ്റയായിട്ട് എടുക്കുക. ഒറ്റയായിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ എന്താ? 2ഉം 3ഉം ഒരുമിച്ച് എഴുതി എന്തെന്നാ വായിക്കുന്നേ? 23 എന്ന് വായിക്കും അല്ലേ? 2ഉം 3ഉം ഒരുമിച്ച് എഴുതിയ 23 എന്ന് വായിക്കും. ഈ 23 ഏത് വീട്ടിലെ ആളാന്ന് നോക്കണം ആദ്യം. 23 എവിടത്തെയാ? ലാക്കില്. അപ്പൊ എന്തെന്ന് എഴുതണ്ടേ? 23 lakh. 23 lakh. ഇനി ഇവിടെ 2 ആൾക്കാരാ വീട്ടിൽ, അവർ രണ്ടുപേരും ഒരുമിച്ച് വായിക്കുമ്പോ എന്തെന്നാ വായിക്കുന്നേ? 1ഉം 4ഉം ഒരുമിച്ച് എഴുതിയാ 14. 14 എന്ത് കൊടുക്കണം? 1000 കൊടുക്കണം. 14,000. അപ്പൊ നോക്കിക്കേ, 23 lakh 14,000. ഇനി ഈ 2 എവിടെയുള്ളത് നോക്കുക. 2 എവിടെയുള്ളത്? 100ലാണുള്ളത്. അപ്പൊ എന്തെന്ന് എഴുതണം? 200. 200 ആൻഡ് കൊടുക്കണം കേട്ടോ. 200 ആൻഡ്. ഇനി ഇവരെ രണ്ടുപേരെയും കൂടെ നമ്മൾ ഒരുമിച്ച് വായിക്കണം. ഒരുമിച്ച് വായിക്കുമ്പോൾ എന്തെന്നാ അത് വരുന്നേ? 20. 20. അപ്പൊ നോക്കിയ നമ്പർ നെയിമിങ്ങിൽ എഴുതുമ്പോൾ നമുക്ക് വരുന്നത് 23 lakhs 14,220. ഇതാണ് നമ്മൾ നമ്പർ നെയിമിങ്ങിൽ എഴുതുമ്പോൾ വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നമ്പർ നെയിമിങ് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തു നോക്കാം. നോക്കിയ അടുത്തൊരു ക്വസ്റ്റ്യൻ. നോക്കിയേ, 24 32 000 ആണ്. ഇത് അപ്പം നമ്മൾ എങ്ങനെ നമ്പർ നെയിമിങ് ചെയ്യുമെന്ന് നോക്കാം. ഇത് നമുക്ക് ആദ്യമേ ചെയ്യുമ്പോൾ ഭയങ്കര ഡൗട്ടാണ് എങ്ങനെയാണെന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ നമ്മൾ പറഞ്ഞതുപോലെ വൺസ് എഴുതുക, ടെൻസ് എഴുതുക, 100, 1000,
10,000 ലാക്ക് എഴുതുക, 10 ലാക്ക് എഴുതുക. ഇപ്പം നമ്മൾ എത്ര ഡിജിറ്റ് വെച്ചിരിക്കുന്നത്? 1 2 3 4 5 6 7 ഡിജിറ്റ് ആണ്. 1 2 3 4 5 6 7 ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ട്. കോളം വരയ്ക്കുക. ഇനി ഓരോ വീട്ടുകാരെ അങ്ങ് തിരിക്കുക. അതേപോലെ തന്നെ എല്ലാ കോളംസും തിരിച്ചിട്ട് എന്ത് ചെയ്യുക? വാല്യൂസ് അങ്ങ് കൊടുക്കുക. പ്ലേസസ് ഇട്ടു. ഇനി നമ്മൾ വാല്യൂസ് കൊടുക്കണം. ഏതൊക്കെയാ നോക്കിക്കേ? 24, 32, 0, 0, 0 ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് 0 0 ഒക്കെ വരുമ്പോൾ എന്താണ് ഡൗട്ട് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കേ, 24, ഈ 2ഉം 4ഉം കൂടെ ഒരുമിച്ച് എഴുതുമ്പോൾ നമ്മൾ എന്തെന്ന് വായിക്കും എന്നാണ് പറഞ്ഞത്? 24 എന്ന് വായിക്കും. അപ്പോൾ നോക്കിക്കേ, എങ്ങനെ എഴുതും നമ്മൾ? 24 എവിടെയാണ് കിടക്കുന്നത്? 24 ആരുടെ വീട്ടുകാരാ? ലാക്കിന്റെ ആൾക്കാരാണല്ലേ, ലാക്സ് പീരീഡ് ആണ്. അപ്പൊ എന്ത് എഴുതണം? 24 ലാക്ക്. 24 ലാക്ക്. 3ഉം 2ഉം കൂടെ ഒരുമിച്ച് എഴുതിയ 32 എന്ന് പറയും. അതെവിടെയുള്ള ആൾക്കാരാ? തൗസൻഡ്സിന്റെ ആൾക്കാരാണ്. സോ 24 ലാക്ക് 32,000 ഇനി എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? 0 0 0 അല്ലേ, നമ്മൾ ഒന്നും ചെയ്യണ്ട, ഇത്രയേ ഉള്ളൂ. എന്താണ്? 24 ലാക്ക് 32,000 ആണ് നമുക്ക് ഇതിന്റെ ആൻസർ. അവിടെ നമുക്ക് 0 ഒന്നും ഇല്ല. ഇനി ഈ 0യ്ക്ക് പകരം ഇവിടെ 1 ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 24 ലാക്ക് 32,000 ആൻഡ് 1 എന്ന് കൊടുക്കും കേട്ടോ. ആൻഡ് 1 എന്ന് കൊടുക്കും. അവിടെ 1 ആയിരുന്നെങ്കിൽ, 1 വന്നിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ വരെ എഴുതാനുള്ളൂ, 1000 വരെ. അവിടെ 0 വന്ന. ഇനി അവിടെ 1 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് 1ഉം കൂടെ എഴുതണം. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഓക്കെ. അതേപോലെ ഇവിടെ ഒരു 2 വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു 21 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നോക്കിയേ, 24 ലാക്ക് ഒന്നും കൂടെ എഴുതാം നമുക്കത്. 24 ലാക്ക്. അടുത്തൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആണ് കേട്ടോ. 2 4 3 2 0 2 1 വരുവാണെങ്കിൽ അതെല്ലാവരും എഴുതണം. 2 4 3 2 0 2 1 വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവുക. അപ്പൊ നോക്കിക്കേ, 24 ലാക്ക് 32,000. നമുക്കിനി 100 കൊടുക്കണ്ടേ? 100 ഇവിടെ ഉണ്ടോ? ഇല്ല. സോ എന്ത് ചെയ്യണം? 24 ലാക്ക് 32,000 21 എന്ന് കൊടുക്കണം. 21 എന്ന് കൊടുക്കണം. 100 എഴുതാതിരുന്നാൽ മതി. 0 ഉള്ളതൊന്നും അവിടെ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ അല്ലേ? പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ ഒന്ന് നോക്കിക്കേ, എന്താ ക്വസ്റ്റ്യൻ? 8102,373. 8102,373 ആണ്. അപ്പൊ നമുക്കത് എന്ത് ചെയ്യണം? നമ്മൾ 1s 10s തന്നെ നമുക്ക് എഴുതാം. 1s 10s 100 1000 10,000 ലാക്ക് കൊടുത്തു. ഇനി നമ്പേഴ്സ് ഒന്ന് എടുത്ത് എഴുതിക്കേ. 10 ലാക്കും കൂടെ ഉണ്ട്. 810,2,373. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. 8102,373. നോക്കിക്കേ, 8102. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ നമ്പർ നെയിമിങ് നടത്താൻ പോവാം. അപ്പൊ നോക്കിക്കേ, ഇവരാണ് ആദ്യത്തെ ഒരു വീട്ടുകാര്, ഇവരാണ് അടുത്ത വീട്ടുകാര്, ഇവരാണ് അടുത്ത വീട്ടുകാര് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ആൾക്കാരെ എടുക്കുക. 8ഉം 1ഉം കൂടി ഒരുമിച്ച് എടുത്ത് എന്തെന്നാ നമ്മൾ പറയുന്നത്? 81 അല്ലേ?
81 ആരാ? ലാക്ക് ആണല്ലേ, ലാക്കിന്റെ ആൾക്കാരാണ്. സോ എന്തെഴുതണം? 81 ലാക്ക്. ഇനി 02 02 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? 02 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? 2 തന്നെയാണ് കേട്ടോ. 02 എന്ന് പറഞ്ഞാൽ 2, 016 എന്ന് പറഞ്ഞാൽ അത് 16 ആണ്, 0023 എന്ന് പറഞ്ഞാൽ അത് 23 ആണ്. ഓക്കെ, ഇപ്പൊ 0 എന്ത് വന്നാലും പ്രശ്നമില്ല, അത് 2 തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? 10,000 ഇല്ല. അപ്പൊ എന്താ നമ്മൾ നോക്കണ്ടേ? 2ഉം 1000ഉം. അപ്പൊ നോക്കിക്കേ, 81 ലാക്ക് 2000, 81 ലാക്ക് 2000. ഇനി ആരാ കിടക്കുന്നേ? 300. 300 7 3 കൂടെ ഒരുമിച്ച് വായിച്ചെഴുതണം. എന്ത് വരും? 73. ഇവിടെ 173 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, 173 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. നോക്കിയപ്പം 81 ലാക്ക് 2000. ഇവിടെ 02 എന്ന് പറഞ്ഞാൽ എന്താ? 2 ആണ്. ആരും 20,000 എന്ന് എഴുതി വെക്കരുത്. 20,000 എന്ന് എഴുതിയാൽ ആൻസർ തെറ്റാവും. അത് 02 ആണ്, അത് 2 ആണ്, 2000 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്പർ നെയിമിങ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഹോംവർക്ക് ക്വസ്റ്റ്യനും കൂടെ തരികയാണ്, എല്ലാവരും ചെയ്തിട്ട് വരിക. 3, 4 ഇതെല്ലാവരും ഹോംവർക്ക് ആണ് കേട്ടോ. എല്ലാവരും ആൻസർ കമന്റ് ചെയ്യണം. ഓക്കെ, 3, 4, 2, 8, 4, 9, 1 എഴുതി വെച്ചോ. 3, 4, 2, 8, 4, 9, 1. ഓക്കെ, CC+ല് 1-to-1 ഇൻഡിവിജ്വൽ ട്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും, ഇപ്പം നമുക്ക് സ്കൂൾ തുറന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ലക്ഷ്യം ഓണ എക്സാം തന്നെയാണല്ലേ. അപ്പോൾ ഓണ എക്സാമിന് നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ നല്ല രീതിയിൽ പഠിച്ചു പോകണം. അപ്പം ഇവിടെ ടീച്ചേഴ്സ് റെഡിയാണ്. 1-to-1 സെഷനിൽ കുട്ടികൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓൺ ദ സ്പോട്ട് ക്ലിയർ ചെയ്ത് പോകാം. പേരൻസിനും അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളെല്ലാം നേരിട്ട് തന്നെ ടീച്ചറിനോട് പറയാം. അതേപോലെ കുട്ടികൾക്ക്, ചില കുട്ടികളുണ്ടാവും, അയ്യോ ഞാൻ എങ്ങനെ ചോദിക്കും, സ്കൂളിൽ ചോദിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ ട്യൂഷനിൽ 1-to-1 സെഷനൊക്കെ വന്നു കഴിയുമ്പോൾ അവർ പെട്ടെന്ന് ചോദിക്കാനും അവർ അതൊരു കംഫർട്ട് സോണിലേക്ക് എത്തും. സോ ആ ഒരു രീതിയിൽ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് കുട്ടികളെ എൻ്റർടൈൻ ചെയ്ത് നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് 9496949929 വിളിക്കുക. അതേപോലെ നമ്മൾ സ്റ്റേറ്റിനും CBSEക്കും 1 to 12 വരെ നമ്മൾ ട്യൂഷൻസ് അവൈലബിൾ ആണ്. സോ എല്ലാവരും മറക്കാതെ എൻക്വയറി എടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ.